സാധാരണയായിട്ട് ഞാൻ കൂടുതലും എൻ്റെ മോർണിംഗ് വ്ളോഗ്സും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ആയിട്ടാണ് വരാറുള്ളത്. ഇന്ന് ഞാൻ എന്തായാലും എൻ്റെ ഒരു ദിവസത്തെ ഈവനിങ് വ്ളോഗാണ് കാണിക്കുന്നത്, അതും വർക്കിംഗ് ഡേയിൽ കേട്ടോ. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള വിശേഷങ്ങളും എന്തൊക്കെയാണ് ഞാൻ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ചെയ്തു വെക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാ ദിവസവും ഇതുപോലെയൊന്നല്ല, എങ്കിലും ചില ദിവസങ്ങളൊക്കെ ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. ഏകദേശം വീട്ടിലേക്ക് ഒരു 6:30 കൂടിയിട്ട് ജോലി കഴിഞ്ഞെത്തും. ആദ്യം തന്നെ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ വിളക്കെത്തിക്കുകയാണ് ചെയ്യാറുള്ളത്. വിളക്കെത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ മുകളിലേക്ക് വരും. മുകളിൽ നമ്മൾ അലക്കിയിട്ട് തുണികളൊക്കെ തോരയിട്ടിട്ടുണ്ടായിരുന്നു. മഴ ഇല്ലാത്ത സമയത്താണ് ഇതുപോലെ തുണികളൊക്കെ തോരയിട്ടിട്ട് ജോലിക്ക് പോവുക. അപ്പോൾ വൈകിട്ട് വരുമ്പോഴേക്കും നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ തുണികളൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കൊണ്ടുപോയിടണം. അതിനുശേഷം കുറച്ച് നാൾ മുന്നേ നമ്മൾ കുറേ അധികം കറ്റാർ വാഴകൾ നമ്മൾ റീപ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പൊടിച്ച് പിടിച്ച് വന്നിട്ടുണ്ട്, അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ മഴ പെയ്യുന്ന സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഒഴിച്ച് കൊടുക്കാറുള്ളത്. നല്ല വെയിലുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ചധികം മണി പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കും. മണി പ്ലാന്റ്സുമേ ചെറിയൊരു വള്ളി പടർപ്പായിട്ടുള്ള പുല്ലൊക്കെ പടർന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു. അതിനുശേഷം രാത്രി തിരുമ്പാനായിട്ടുള്ള തുണികളുമായിട്ട് നേരെ വാഷിംഗ് മെഷീൻ്റെ അടുത്തേക്ക് പോയി തുണികളൊക്കെ തിരുമ്പാനായിട്ടിട്ടു. ഇനി നമുക്ക് കിച്ചണിലത്തെ പരിപാടികൾ തുടങ്ങാം. ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിരുന്ന സമയത്ത് കുറച്ച് പച്ചക്കറികളും മീനും ഒക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മീൻ നന്നാക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മീനെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ തിരഞ്ഞിട്ട് ഉപ്പേരിക്കുള്ളതും അതുപോലെ തന്നെ ചാറുകറി വെക്കാനൊക്കെ ആയിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഓരോ ദിവസം ഓരോ ചാറുകറിയും ഉപ്പേരിയും ഒക്കെ ആയിട്ടാണ് ജോലിക്ക് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ അത് ഓരോ ദിവസത്തേക്കായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. വൈകിട്ട് ഇപ്പോൾ മഴയായതുകൊണ്ടും ചെറിയൊരു തണുത്ത അന്തരീക്ഷം ആയതുകൊണ്ടും ചോറ് തിളപ്പിച്ചൂറ്റിയതിന് ശേഷമാണ് കഴിക്കാറുള്ളത്. അപ്പോൾ തിളപ്പിച്ചൂറ്റാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിരുന്നു. ജോലിക്ക് പോയി വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച പാത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകാനും അതുപോലെ തന്നെ കഴുകി വെച്ച പാത്രങ്ങൾ എടുത്തു വെക്കാനും ഉണ്ടായിരുന്നു. ആദ്യം തന്നെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്ത് റാക്കിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഈ ഒരു കൊട്ടയിൽ വെള്ളം പോകാനായിട്ട് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തലേദിവസം തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് വെക്കും പിറ്റേ ദിവസം എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കേണ്ടതെന്നും എന്ത് കറിയാണ് ലഞ്ചിന് കൊണ്ടുപോകേണ്ടതെന്നും എന്ത് ഉപ്പേരിയാണ് വെക്കേണ്ടതെന്നും ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കിടന്നുറങ്ങാറുള്ളത് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് എനർജിയോട് കൂടി വന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാനും വേഗം തന്നെ ജോലിക്ക് പോകാനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് നാളെ മീൻ കറി ഉണ്ടാക്കാനാണ്. അപ്പോൾ മീൻ കറിക്ക് മീൻ ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 3 കൂടുതൽ കുട്ടികളും കുറച്ച് ചാളയാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. ചാള നന്നാക്കാനായിട്ട് കുറച്ചധികം സമയം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഫ്രീസറിലേക്ക് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചാള നമുക്ക് നാളെ എങ്ങനെ നന്നാക്കുകയോ വറക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇന്നിപ്പോൾ എന്തായാലും കൂടുതൽ ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എനിക്കിതുപോലെ വലിയ മീനൊന്നും ക്ലീൻ ചെയ്ത് അത്ര വശമൊന്നുമില്ല, എങ്കിലും എന്തായാലും ക്ലീൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചേട്ടന് സമയം ഉണ്ടായിരുന്നില്ല അത്ര ഇത് ക്ലീൻ ചെയ്ത് വാങ്ങിക്കാനായിട്ട്. പിന്നെ ചെറിയ മീനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ വാങ്ങിച്ചതെന്നാണ് പറഞ്ഞത്. എന്തായാലും അതെനിക്കൊരു പണിയായി. ഞാനപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് നിന്നു. പുറത്ത് പോയിട്ടാണ് സാധാരണ മീനൊക്കെ നന്നാക്കാറുള്ളത്. രാത്രി ആയതുകൊണ്ട് തന്നെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലെ അടുക്കളയിൽ തന്നെ വാഷിംഗ് ബേസിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ കുടുതമീനായതുകൊണ്ട് വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും അധികമായിട്ട് ഉണ്ടാവില്ല. ചാളേനെ പോലുള്ള സ്മെല്ല് ഉണ്ടാവില്ല. ചെറിയ മീനിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും, എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ മീനൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കല്ലുപ്പിട്ട് നല്ല രീതിയിൽ വൃത്തിയായി ഒന്ന് കഴുകിയെടുത്തു. അപ്പോഴേക്കും എന്താ വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ തലേദിവസം ഉണ്ടായിരുന്ന കറിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു. ഞാൻ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പത്തിരിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചേട്ടൻ അങ്ങനെ ചോറുണ്ടു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്തുകൊണ്ട് നമുക്ക് ഇന്ന് മീൻകറി വെച്ചുകൂടാ, ഇന്ന് നമുക്ക് ഈ ഒരു കുടുതമീൻ വറ്റിച്ച് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നാളെ ഒന്നും കൂടി പണി ഈസിയായി. അപ്പോൾ മീൻകറി വറ്റിച്ച് വെക്കാനായിട്ട് മീൻ ചട്ടിയിലേക്ക് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചധികം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കളറിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുക്കിംഗ് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് തീ ഓണാക്കി കൊടുക്കാം. അതിനുശേഷം ചെറു തീയിലിട്ടിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ.
ഈ ഒരു പൊടികളുടെയൊക്കെ പച്ച സ്മെല്ല് പോകുന്ന വരെ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതാ കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. എല്ലാ പൊടികളും കൂടി നല്ല രീതിയിലൊന്ന് മിക്സായി വന്നപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് അത്രയും കറിയുടെ ആവശ്യമുള്ളൂ. 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇല വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത്, അതല്ല നാളെ ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇതൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടപ്പുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നാളേക്ക് ഉപ്പേരിക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ഈ ഒരു ഗോവക്കായ അരിഞ്ഞെടുക്കാം. സാധാരണയായിട്ട് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ട് നന്നായിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാറാണ് പതിവ്. ഇന്നിപ്പോൾ എന്തായാലും വട്ടത്തിൽ അരിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലയും വാലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ഗോവക്കായ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഒരു ബൗളിലേക്കായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇന്നത്തെ പ്ലാനിങ് പ്രകാരം നാളെ ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിക്കാനായിട്ടുള്ള മീൻ കറിയും ഗോവക്കായ ഉപ്പേരിയുടെയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ എണീച്ചിട്ട് ഈ ഒരു ഗോവക്കായ മെഴുക്ക് പുരട്ടി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല എയർ ടൈറ്റുള്ള ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മീൻ കറിയുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് മീനും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചപ്പോൾ നല്ല രീതിയിൽ കുറുകി മീൻ കറി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പൊക്കെ നല്ല രീതിയിൽ തുടച്ച് ക്ലീൻ ചെയ്തിടുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ മീൻ നന്നാക്കിയതുകൊണ്ട് തന്നെ നമ്മുടെ സിങ്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സോപ്പിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടാക്കാനാണ് ഞാൻ കാലത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് 1 ഗ്ലാസ് ഉഴുന്നും 2 ഗ്ലാസ് പച്ചരിയും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിർക്കാനായിട്ട്. അതൊക്കെ നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. വെള്ളം ചേർത്തതിന് ശേഷമാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നാളെ ഇഡ്ഡലിയാണ് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് മീൻ കറിയും കോവക്കായ മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഓൾ ഐറ്റംസും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നാളെ രാവിലെ എണീക്കുന്നു. പ്ലാനിങ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും വേഗം ചെയ്ത് തീർത്തിട്ട് ജോലിക്ക് പോകാം കേട്ടോ. ഇതിനു മുന്നേ ഞാനിങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞ സമയത്ത് എൻ്റെ പ്ലാനിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞ സമയത്ത് പലരും ചോദിച്ചു, അപ്പോൾ രാത്രി വന്നാലും റെസ്റ്റ് ഇല്ല, പകലും റെസ്റ്റ് ഇല്ല. പക്ഷേ പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും ഞാൻ ഇതുപോലൊന്നും ചെയ്യാറില്ല. എനിക്ക് തോന്നുന്ന സമയത്തൊക്കെയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെക്കാറുള്ളത് കേട്ടോ. എങ്ങനെ പോയാലും ഞാൻ കാലത്ത് ജോലിക്ക് പോകാനായിട്ട് 6:30ക്കാണ് എണീക്കാറുള്ളത്. 6:30ക്ക് എണീച്ചിട്ട് ഒരു 8 മണിയോട് കൂടിയിട്ട് എൻ്റെ എല്ലാ ജോലികളും ഞാൻ കഴിക്കാറുണ്ട്. ഒരുപാട് നേരത്തെ എണീച്ചിട്ട് വർക്ക് ചെയ്യുന്ന പരിപാടിയൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ തലേദിവസം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മോർണിംഗ് റുട്ടീനൊക്കെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുകയാണ്, പിള്ളേർക്ക് സ്കൂളിൽ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിനി ഓരോന്നായിട്ട് ചെയ്ത് തുടങ്ങണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോ എടുക്കുന്നത് കിച്ചണിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ റൂമൊക്കെയാണ് ഞാൻ കാണിക്കാറുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടി ക്ലീനിങ് ആണ്. അതുപോലെ തന്നെ എപ്പോഴും നല്ല വൃത്തിയായിട്ടും നീറ്റായിട്ടും എൻ്റെ കിച്ചൺ ആയാലും ബെഡ്റൂം ആയാലും ഇനിയിപ്പോൾ വീട് മുഴുവനായിട്ടും അതുപോലെ എടുക്കാനാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. അത് എൻ്റെ ചില സമയങ്ങളിൽ എനിക്കതൊരു പോസിറ്റീവായിട്ടും തോന്നാറുണ്ട്, ചില സമയങ്ങളിൽ അത് ഭയങ്കര നെഗറ്റീവായിട്ടും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എന്തായാലും കിച്ചണൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മോർണിംഗ് വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. എന്തായാലും ഇന്നത്തെ നൈറ്റിലെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.